എല്ലാവർക്കും പ്രവാസി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോഴുള്ളത് ഷാർജ അബുഷകരയിലുള്ള റൈഹാൻ ഗൾഫ് മെഡിക്കൽ സെന്ററിലാണ്. ഇന്ന് നമുക്കൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് മെന്റൽ ഹെൽത്ത് ഫീൽഡിൽ സ്വാധീന ശക്തിയുള്ള പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട സൈക്കാട്രിസ്റ്റ് ഡോക്ടർ അനീസ് അലിയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഇപ്പോഴും ഒരുപാട് ആളുകൾ മെന്റൽ ഹെൽത്ത് വീക്കാണെങ്കിലും അതിനായുള്ള സപ്പോർട്ട് ചോദിക്കാൻ പലപ്പോഴും മടി കാണിക്കുന്നുണ്ട് അല്ലേ? സോ സൈലൻ്റ്ലി സ്ട്രഗിൾ ചെയ്യുന്നവരോട് എന്ത് മെസ്സേജാണ് ഡോക്ടർ നൽകാൻ ആഗ്രഹിക്കുന്നത്? അത് ഈ മെൻ്റൽ ഹെൽത്തിനോട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആളുകൾക്കൊരു സ്റ്റിഗ്മ ഉണ്ട്. ഇപ്പോൾ വളരെ കുറവാണ്. ഇപ്പോൾ അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനസിക രോഗങ്ങൾ ഒരു ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന രോഗമല്ല. മെജോറിറ്റി ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതല്ല. ഇപ്പോൾ നമുക്ക് പ്രഷർ ആണെങ്കിലും ഷുഗർ ആണെങ്കിലും ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ഈവൻ ഹാർട്ട് സംബന്ധമായ കാണിക്കുകയാണെങ്കിൽ ECG എടുക്കാം, എക്കോ എടുക്കാം, ഒക്കെ TMT എല്ലാം ചെയ്തിട്ട് നമുക്ക് കണ്ടെത്താം. പക്ഷേ ഇത് നമ്മൾ ബിഹേവിയറിലൂടെ, സ്വഭാവ രീതികളിലൂടെ വളർന്നു വരുന്നതായതുകൊണ്ട് അതിന് ഇഷ്ടം പോലെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ചികിത്സാ രീതികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതൊന്നും പാടില്ലാത്തതാണെങ്കിലും ഒരു വിഭാഗം ആളുകളെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ പറ്റിയുള്ളൊരു തെറ്റിദ്ധാരണകൾ വളരെ കൂടുതലാണ്. പക്ഷേ ഇന്ന് മുൻകാലത്ത് അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചികിത്സാ രീതികളും ഏറ്റവും കൂടുതൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് സൈക്യാട്രി. അതുകൊണ്ട് തന്നെ അത്രയധികം മാനസിക പ്രശ്നങ്ങൾ ആളുകളിലേക്ക് ഉണ്ട്. എസ്പെഷ്യലി നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരി പ്രശ്നങ്ങൾ, ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ കാലഘട്ടങ്ങൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അതിൻ്റെ നല്ല പോസിറ്റീവ് വശങ്ങൾ നമ്മൾ കാണുന്നു, പക്ഷേ അതിന് നെഗറ്റീവ് വശങ്ങളാണ് ഞങ്ങളുടെ അടുത്ത് കൂടുതലും പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അഡ്വാൻസ് ടെക്നോളജി വരുമ്പോൾ കുറേ നെഗറ്റീവ്സ് വരും. ആ നെഗറ്റീവ്സിനെ എങ്ങനെ ഓവർകം ചെയ്ത് എങ്ങനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള പഠിക്കലാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും അതിന് ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞോണമെന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഈ സൈക്യാട്രിക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. അതിനെപ്പറ്റി ആളുകൾ ഇപ്പോൾ ധാരാളം ആളുകൾ പഠിച്ച് മനസ്സിലാക്കി വരുന്നു. എസ്പെഷ്യലി കുട്ടികളൊക്കെ എഡ്യൂക്കേഷൻ പ്രോബ്ലം, ബിഹേവിയർ പ്രോബ്ലം, എസ്പെഷ്യലി ലഹരികൾ ഇപ്പോൾ വളരെയധികം അടിമപ്പെട്ട് വരികയാണ്. ഈവൻ മൊബൈലിലും മറ്റുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വളരെയധികം അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡിന് ശേഷം ഈ ഡിജിറ്റൽ ഡിവൈസ് ഉപയോഗിക്കാൻ വേണ്ടി സ്കൂളിൽ തന്നെ ഇൻസ്ട്രക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ വരികയാണ്. നോട്ട്സൊക്കെ അധികം അയക്കുന്നത് വാട്സാപ്പിലൂടെയും മറ്റുള്ളവരുടെയാണ്. അപ്പോൾ പാരൻസ് നിർബന്ധിതരാവുകയാണ് ശരിക്കും പറഞ്ഞാൽ മൊബൈൽസും മറ്റതും കുട്ടികൾക്ക് കൊടുക്കാൻ. പക്ഷേ ആ പ്ലാറ്റ്ഫോമിലൂടെ കുട്ടികൾ അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരവസ്ഥ വരുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ആയിക്കോണമെന്നില്ല. പക്ഷേ അതിലൊരു ഡിപ്പെൻഡൻസി വന്നു കഴിഞ്ഞാൽ അതിന് മാറിക്കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അത്തരം കേസുകളൊക്കെ ധാരാളം ഞാനിവിടെ കാണുന്നു.